ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് അതോടൊപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് നാളെ രാത്രി സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് ചെയ്യാൻ പോകുന്ന മലയാള സിനിമകളെക്കുറിച്ചും തമിഴ് സിനിമകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ മലയാളികൾ കാത്തിരുന്ന ദിലീപന്റെ പവി കെയർടേക്കർ, മെഗാ സ്റ്റാറിന്റെ ടർബോ തുടങ്ങിയ സിനിമയുടെ OTT റിലീസ് ഡേറ്റ് അപ്ഡേറ്റ്സുകളും പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റുകളെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്കും OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ശരത് കുമാർ അതോടൊപ്പം തന്നെ ഗൗതം വാസുദേവ് മേനോൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിൽ ഏറ്റവും പുതിയ തമിഴ് ചിത്രമായ ഹിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന സിനിമ ഇന്നലെ മുതൽ ആഹാ തമിഴ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഹാ തമിഴ് വഴി ഹിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. നാളെ രാത്രി സർപ്രൈസ് ആയിട്ട് OTT യുടെ റിലീസിലെത്താൻ പോകുന്ന രണ്ട് വമ്പൻ ചിത്രങ്ങളാണ്. ഒന്നാമത്തെ ചിത്രം എന്നൊക്കെയാണെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള ചിത്രമാണ്. അൽതാഫ് സലീം, അനാർക്കലി മരക്കാർ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു മന്ദാകിനി എന്ന് പറയുന്ന സിനിമ. കഴിഞ്ഞ് ഈ വർഷം തിയേറ്ററിലെത്തി 5 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ ഒരു വർഷത്തെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടിയ ചിത്രമായിരുന്നു മന്ദാകിനി എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ഈ സിനിമ OTT പ്ലാറ്റ്ഫോമായ മനോരമ മാക്സ് വഴി സ്ട്രീമിംഗ് നടത്താൻ പോവുകയാണ്. നാളെ മിഡ്നൈറ്റ് മുതലാണ് ഈ സിനിമ സ്ട്രീമിംഗ് നടത്തുന്നത്. മനോരമ മാക്സിനൊപ്പം തന്നെ സിംപ്ലി സൗത്ത്, ആമസോൺ പ്രൈം വീഡിയോസ് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോം വഴി നമുക്ക് നാളെ മിഡ്നൈറ്റ് മുതൽ മന്ദാകിനി എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എത്ര പേരാണ് ഈ സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. നാളെ സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ചിത്രം എന്നൊക്കെയാണ് വിജയ് സേതുപതി കേന്ദ്ര കഥാപാത്രത്തിൽ ഏറ്റവും പുതിയ തമിഴ് ചിത്രമായ മഹാരാജ എന്ന് പറയുന്ന സിനിമയാണ്. എന്തൊക്കെയാണ് വിജയ് സേതുപതിയുടെ കരിയറിലെ തന്നെ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് മാറിയ ചിത്രമാണ് മഹാരാജ. 100 കോടി കളക്ട് ചെയ്ത ചിത്രം ഇപ്പോഴും വിജയകരമായിട്ട് പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിന് ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ്. അപ്പം നെറ്റ്ഫ്ലിക്സ് വഴി നാളെ നമുക്ക് മിഡ്നൈറ്റോട് കൂടി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. തമിഴ് നിർമ്മാണം തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി തുടങ്ങിയ 5ഓളം ഭാഷകളിലൂടെയാണ് നെറ്റ്ഫ്ലിക്സ് ഈ സിനിമയെ സ്ട്രീം ചെയ്യുന്നതായി. ഈ രണ്ട് ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇപ്പോൾ പുറത്തു വന്നപ്പോൾ ഇപ്പോൾ ഡേറ്റ് കൺഫേം OTT റൈറ്റ്സ് സ്വന്തമാക്കിയ മറ്റു ചിത്രങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായ പാർവതി തിരുവോത്ത്, ഉർവശി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിന്റെ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഹോട്ട്സ്റ്റാർ വഴി എന്നാണ് ഈ സിനിമ സ്ട്രീം ചെയ്യാൻ പോകുന്നതെന്ന് വ്യക്തമായിട്ട് എന്തൊക്കെയാണ് ഈ ഒരു മാസം തന്നെ നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം. അടുത്തൊരു അപ്ഡേറ്റ് ഏതാണെന്ന് നോക്കിയാണ് ഈ ഒരു വർഷത്തെ മറ്റൊരു വിജയ് ചിത്രം തന്നെയാണ് ഗോളം എന്നാണ് ഈ സിനിമയുടെ പേര്. സംജാദാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തിൽ വന്നിട്ടുണ്ടായത് രഞ്ജിത്ത് സജീവായിരുന്നു. അതോടൊപ്പം തന്നെ ദിലീഷ് പോത്തനും സണ്ണി വെയിനും അനൻസീറ തുടങ്ങിയവരൊക്കെ ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തിൽ വന്നിട്ടുണ്ട്. ഈ ഒരു വർഷത്തെ വിജയ് ചിത്രം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന ചിത്രമാണ് ഗോളം എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന സൈന പ്ലേ ആണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുക. സൈന പ്ലേ വഴി എന്നാണ് ഈ സിനിമ സ്ട്രീം ചെയ്യാൻ പോകുന്നതെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വരുന്ന ജൂലൈ മാസം തന്നെ ഈ സിനിമ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ദിലീപേട്ടൻ നായകനായിട്ട് ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ ഈ ഒരു വർഷത്തെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ലോ ബഡ്ജറ്റ് വന്ന ഈ ഒരു സിനിമ ഏകദേശം 9 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടത്. നിലവിൽ ദിലീപേട്ടൻ്റെ ഇറങ്ങിയ ചിത്രങ്ങളിൽ ഭേദപ്പെട്ട ഒരു വിജയം സ്വന്തമാക്കിയ ചിത്രമാണ് പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമ. പ്രശസ്ത നടനായ വിനീതാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമ ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയ മനോരമ മാക്സ് ആണ്. മനോരമ മാക്സ് വഴി എന്നാണ് ഈ സിനിമ സ്ട്രീം ചെയ്തതെന്ന് അറിയിച്ചിട്ടെങ്കിലും പോലും ഈ ജൂലൈ മാസം തന്നെ നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കാൻ പ്രതീക്ഷിക്കാം. 12-ാം തീയതി മന്ദാകിനി എന്ന് പറയുന്ന സിനിമ സ്ട്രീം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ആഴ്ച അടുത്ത ആഴ്ച ചിത്രം സ്ട്രീമിംഗ് നടത്താനുള്ള സാധ്യതയില്ല. ഒരുപക്ഷെ ഈ വരുന്ന ജൂലൈ മാസം 26-ാം തീയതി അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം 2-ാം തീയതി നമുക്ക് ഈ ഒരു മനോരമ മാക്സ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം വഴി പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അടുത്ത രണ്ട് OTT റൈറ്റ്സ് കൺഫേം ആയിട്ടുള്ള ചിത്രം ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മെഗാ സ്റ്റാർ നമുക്ക് കേന്ദ്ര കഥാപാത്രത്തിൽ ടർബോ എന്ന് പറയുന്ന സിനിമയുടെ, അതോടൊപ്പം തന്നെ ബിജു മേനോൻ ആസുഫിതി കൂട്ടിട്ട് ഒന്നിച്ച തലവൻ എന്ന് പറയുന്ന സിനിമയുടേതാണ്. ടർബോ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വൈശാഖിന്റെ ഡയറക്ഷനിൽ മിഥുൻ മാനുവൽ തോമസ് തിരക്കഥയിൽ മെഗാ സ്റ്റാർ നമുക്ക് നായകനായിട്ട് എത്തിയ ചിത്രമായിരുന്നു ടർബോ എന്ന് പറയുന്ന സിനിമ. ഏകദേശം 40 കോടിയോളം ബഡ്ജറ്റ് വന്ന ചിത്രം 70 കോടിക്കോളം കളക്ട് ചെയ്ത് ഈ ഒരു വർഷത്തെ വിജയ ചിത്രമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സോണി ലൈവ് ആണ് സ്വന്തമാക്കി നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. ഈ വരുന്ന ഓഗസ്റ്റ് മാസം 2-ാം തീയതി മുതൽ സോണി ലൈവ് എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ സ്ട്രീം ചെയ്യാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട്. അടുത്ത തലവൻ എന്ന് പറയുന്ന സിനിമയുടെ OTT അപ്ഡേറ്റ്സിലോട്ട് പോവുകയാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയ സോണി ലൈവ് ആണ്. സോണി ലൈവ് എന്നാണ് ഈ സിനിമയെ സ്ട്രീം ചെയ്തെന്ന് അറിയിച്ചിട്ടില്ല. സെപ്റ്റംബർ മാസത്തിലാണെന്ന് മാത്രമേ അറിയിച്ചിട്ടുള്ളൂ. ഡേറ്റ് കൺഫേം ഡേറ്റ് എന്തൊക്കെയാണ് നമുക്ക് സെപ്റ്റംബർ മാസം ആദ്യത്തോടു കൂടി തന്നെ തലവൻ എന്ന് പറയുന്ന സിനിമ സോണി ലൈവ് വഴി കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രങ്ങളിൽ നിങ്ങളുടെ ഏത് ചിത്രം കാണാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സിനിമാ വിശേഷങ്ങൾക്കും OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.